അനുഗ്രഹിച്ചു. ആയുസോടെ ആരോഗ്യത്തോടെ അല്ലെ പലവിധമായ ഭാരങ്ങൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഈ ഒരു നിമിഷം കൂടെ നമ്മളായപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കൃപയാണ് അല്ലെ. ആ കൃപയ്ക്ക് ഒത്തതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന്റെ സന്നിധി നമുക്ക് നേരോടെ വിശ്വസ്തതയായിരിക്കാം. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിക്കാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് തന്നെ നമുക്ക് വചനത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹല്ലേലൂയ. കർത്താവേ സ്വാർത്ഥങ്ങൾ വിശ്വസിക്കുന്ന നീതിമാന്മായ പിതാവേ അപ്പ ചിലപ്പന്റെ പാദത്തിൽ സംവിധാനിച്ച കർത്താവേ തന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനമായി കർത്താവേ അവരുടെ പാദത്തിലായ കർത്താവിന്റെ ജീവിതത്തിൽ നിന്ന് ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. വചന കർത്താവ് കേൾക്കുന്ന മക്കൾക്ക് എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നവരും സഹായിക്കും. സമ്മേളനത്തിനായി കർത്താവേ അവരുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായ സ്തോത്രം താഴ്വര വീക്ഷിക്കുന്നു. ആദ്യമായി തന്നെ സഭയോടും എല്ലാ ദൈവമക്കളോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി വചനവുമായിട്ട് നിൽപ്പാൻ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയും എത്രത്തോളം നടത്തുകയും ചെയ്തല്ലോ അതിനായി സ്തോത്രം ചെയ്യുന്നു. കാരണം നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞത് ജീവിതത്തിൽ ഈ സഭ എന്ന് പറയുന്നത് വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു സഭയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെ ചെന്നാലും ഏത് സ്റ്റേജിലായിരുന്നാലും ഏത് സൂം മീറ്റിങ്ങിലല്ല എവിടെ മീറ്റിങ്ങിലായിരുന്നാലും ഞാൻ ഒരിക്കലും മറക്കാത്തൊരു സഭയാണ് ഈ സഭ. അതുപോലെ തന്നെ നമ്മുടെ ദേവദാസന്മാരെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയത്തില്ല. കാരണം നമ്മളെ കൂടെ ഇരുന്ന് അല്ലെ ഏത് രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് താങ്ങുകയും നമ്മളെ എത്രത്തോളം ദൈവസന്നിധിയിലേക്ക് കയറി വരണമോ അത്രയും കയറി വരുവാൻ തക്കവണ്ണം നമ്മുടെ ദേവദാസന്മാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനായി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദേവദാസന്മാരെ എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. നമുക്ക് വചനത്തിനായിട്ട് അല്പസമയം നമുക്ക് വചനത്തിലേക്ക് കടക്കാം. അതിനായിട്ട് സദൃശ്യവാക്യങ്ങൾ 29:25 സദൃശ്യവാക്യങ്ങൾ 29:25 ഞാൻ തന്നെ വായിക്കാം. മാനുഷ്യ ഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവരോ രക്ഷ പ്രാപിക്കും. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളെ ഈ വാക്യത്തിൽ തന്നെ ദൈവമക്കളെ നമ്മളോട് ശക്തമായിട്ട് പരിശുദ്ധമായിട്ട് ഇടപെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയത്തെ പറ്റിയാണ് അല്ലെ. നമ്മൾ ആ ഭയത്തെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ വർഷിപ്പ് സോങ് തന്നെ എന്റെ ജീവിതത്തിൽ ഭയങ്കര എനിക്കൊരു കൺഫർമേഷൻ ആയിരുന്നു. കാരണം ആദ്യത്തെ പാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഭയമല്ലേ സിയോ യാത്രയതിൽ മനമയ ഭയം എന്തിന് അല്ലെ. നമ്മൾ ചോദിച്ചു പാടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സോങ് തന്നെ വർഷിപ്പ് തന്നെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നു. അതിന്റെ ഒരു കൺഫർമേഷൻ തന്നെയായിട്ടാണ് വചനം കടന്നു വന്നിരിക്കുന്നത്. ഞാൻ ആക്ച്വലി വേറെ വചനമാണ് ഞാൻ ദിവസത്തിലേക്ക് ഇന്നത്തെ ഒരു വിഷയത്തിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരുന്നെങ്കിലും ഇന്നലെ രാവിലെ പെട്ടെന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് അല്പസമയം ദിവസത്തിലായിട്ട് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവ് ആ ഒരു ചിന്തയെ മാറ്റി സഭയോട് ഇന്നത്തെ ദൂതായിട്ട് പറയാൻ തൊട്ടുള്ളത് എനിക്ക് തന്ന ഒരു വചനമാണ് സദൃശ്യവാക്യങ്ങൾ. ഇതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് മാനുഷ്യ ഭയത്തെ പറ്റിയാണ് പറഞ്ഞത് അല്ലെ. മാനുഷ്യ ഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവരോ രക്ഷ പ്രാപിക്കുന്നു. നമുക്ക് നമ്മളെ തന്നെ ചിന്തിക്കേണ്ട സമയമാണ്. കാരണം നമ്മൾക്ക് ഒരു വചനത്തെക്കാൾ കൂടുതൽ നമുക്ക് ശക്തമായി വചനം കിട്ടുന്ന ഒരു സഭയാണ്. ദേവദാസന്മാർക്കൂടെ ശക്തമായി നമ്മുടെ ജീവിതത്തിൽ വചനം കിട്ടുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യാത്തത് അല്ലെ മറിഞ്ഞു കിടക്കുന്ന ചില കണ്ടന്റുകൾ അല്ലെ അത് നമ്മൾ അതുപോലെ നമ്മൾ അതിന്റെ കൂടെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് കിട്ടാനുള്ള പല അനുഗ്രഹങ്ങളും പല നന്മകളും തടസ്സപ്പെടുക. പക്ഷെ നമ്മൾ പോലും അറിയാത്തൊരവസ്ഥയിൽ കൂടി നമ്മൾ പലപ്പോഴും കടന്നു പോകുന്നുണ്ട്. ഇന്നത്തെ ദിവസം നമുക്ക് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഭയമുണ്ടോ ഇല്ലയോ? ആ ഭയം ഉണ്ട് എങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടെ നടന്നാലും ദൈവസന്നിധിയിലായിരുന്നാലും പാടിയാലും പ്രാർത്ഥിച്ചാലും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നന്മകൾ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ ദൈവസന്നിധിയിലായിരുന്നാലും സമർപ്പണത്തോടെ ആയിരുന്നാലും നമുക്ക് നന്മ പ്രാപിക്കാൻ പറ്റില്ല. അതിനാൽ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള ഭയം എന്ന ആ ഒരു ബന്ധനം ആ ഒരു കെട്ട് നമുക്കിത് പൊട്ടിക്കണം. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കണം. നമ്മൾ ദൈവത്തിനെ വിശ്വസിക്കുകയും നമ്മൾ ദൈവത്തിന് വേണ്ടി ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും നിൽക്കുകയും ചെയ്യുന്നത് മാത്രമല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ആത്മീയവും ഭൗതികവുമായിട്ടുള്ള നന്മകൾ പ്രാപിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നമ്മൾ അപ്പന്റെ മക്കളാവുമ്പോൾ നമ്മൾ അവകാശികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അതിലേക്ക് കിട്ടേണ്ടത് ആവശ്യമാണ്. അതിനെ ഓർത്ത് നമുക്ക് അതിന്റെ ബേസിൽ തന്നെ ഒരു വ്യക്തി ജീവിതത്തെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റാരുമല്ല, നമുക്കറിയാലോ കർത്താവിന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ ഒരു ശിഷ്യനായിരുന്നു പത്രോസ് അല്ലെ. പത്രോസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തി ജീവിതമാണ് പത്രോസ്. കാരണം എല്ലാ രീതിയിലും കർത്താവിന്റെ കയ്യിൽ നിന്ന് വഴക്കം മേടിച്ചിട്ടുണ്ട്. ഒരു എടുത്തുചാട്ടക്കാരനും ഒക്കെയായിരുന്നു പത്രോസ്. നമുക്ക് പത്രോസിനിൽ കൂടെ തന്നെ ഇത് കടന്നുപോയി. ആ ഭയം പത്രോസിനെ എങ്ങനെ ഭരിച്ചുവെന്നും ആ ഭയത്തിൽ നിന്ന് പത്രോസ് എങ്ങനെ വെളിയിൽ വന്നുവെന്നും നമുക്കിന്ന് ഈ സമയക്കാലത്ത് നമുക്കത് ചിന്തിക്കുകയും അതിലേക്ക് കടക്കുകയും ചെയ്യാം. അതിനാസ്പദമായി നമുക്ക് മത്തായി 14:25 മത്തായി 14:25 വായിക്കാം. അതിലൊരുമായി സഹായിക്കാമോ? രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുപ്പിൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ദ്രവിച്ചു. അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. സ്തോത്രം. നമുക്കറിയാലോ, വ്യക്തമായിട്ട് അറിയാം. കാരണം കർത്താവ് അല്ലെ
4-ാം യാമത്തിൽ കടലിൽ കൂടി നടന്നു ചെന്നപ്പോൾ ശിഷ്യന്മാർ പേടിച്ചു പോകുന്നൊരവസ്ഥ. പക്ഷെ നമ്മളിത് ചിന്തിക്കുകയാണെങ്കിൽ, കുറച്ച് നമ്മൾ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ, കർത്താവ് തന്നെയാണ് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടത്. നിങ്ങൾ അക്കരയിലേക്ക് പോക്കോ, ഞാൻ വരാമെന്ന് പറഞ്ഞ് വിടുന്ന ഒരു ഭാവം നമ്മൾ വ്യക്തമായി കാണുന്നുണ്ട്. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു? 4-ാം യാമത്തിൽ കടലിൽ കൂടി ശിഷ്യന്മാർ വരുന്നത് കണ്ട് അവിടെ എന്ത് സംഭവിച്ചു? അവർ ശ്രമിച്ചു. കർത്താവ് വരുന്നത് കണ്ട് ശിഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചു? അവർ പ്രേമിച്ച് ഭയപ്പെടുവാൻ തൊക്കോണം ഇടയായല്ലേ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ ഭയം അല്ലെ, കാരണം കർത്താവിന്റെ കൂടെ നടക്കുകയും കർത്താവിനെ പറ്റി കാണുകയും പ്രാപിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തി ജീവിതങ്ങളാണ്. കർത്താവിന്റെ എല്ലാവിധ ചെയ്ത പ്രവൃത്തികളും അത്ഭുത പ്രവൃത്തികളും കണ്ണാൽ കണ്ടുകൊണ്ടുന്ന ഒരു വ്യക്തി ജീവിതമാണ് ശിഷ്യന്മാരല്ലേ. പക്ഷെ എന്ത് സംഭവിച്ചു? ആ ഒരു ഭയം അവരുടെ ജീവിതത്തിൽ തട്ടിയപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ കർത്താവിനെ പോലും കണ്ട് ഭയപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നതോടെ ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ നമ്മൾ ദൈവത്തിന്റെ കൂടെ നടക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭയം കൊണ്ട് നമ്മൾ ദൈവത്തെ തിരിച്ചറിയാൻ വയ്യാത്ത ഇല്ല. കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വരുന്നുണ്ട്, പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ദൈവത്തെ റിജക്ട് ചെയ്യുന്നൊരു അനുഭവം അല്ലേ. കാരണം നമ്മുടെ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ നമ്മൾ വളരെയധികം ഭാരത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഭയം വരിക. ആ ഭയം വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട വിടുതൽ പ്രാപിക്കാൻ പറ്റാതെ പലപ്പോഴും നമ്മൾ പോകുന്നുണ്ട്. പത്രോസിനെ നോക്കുവാണെങ്കിൽ കർത്താവിന്റെ കൂടെ നടന്ന കർത്താവിന്റെ പ്രിയ ശിഷ്യനായിരുന്നു അല്ലെ. കാരണം വഴക്കുണ്ടാക്കി കേട്ടും പറഞ്ഞും എല്ലാം നടന്നൊരു ശിഷ്യനാണെങ്കിൽ പോലും കർത്താവിനെ നോക്കി പേടിച്ചു പോകുന്നൊരു അനുഭവം അല്ലെ. ആ ഒരു അവസ്ഥയിൽ കൂടി കടന്നുപോയ പത്രോസിന് അവിടെ ഭൂതമെന്ന് പറഞ്ഞ് അലറി വിളിക്കാൻ തക്കണം, പേടിച്ചു പോകാൻ തക്കണം ഇടയല്ലേ. പക്ഷെ നമ്മൾ താഴ്ത്തു വായിക്കുമ്പോൾ വ്യക്തമായി പറയുന്നുണ്ട്, കർത്താവ് നീ ആണെങ്കിൽ ഞാൻ നടന്നു വെട്ടെന്ന് പെർമിഷനൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അല്ലെ, കർത്താവിനെ വിശ്വസിച്ച് ആ കടലിലേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? തിരമാലകളും പ്രതിസന്ധികളും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ ഒരു ഭയം, പത്രോസിനെ മുക്കിക്കളയുന്ന ഒരു ഭയം കടന്നു വന്നല്ലേ. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇതാ, നമ്മൾ കർത്താവിനെ അറിഞ്ഞ് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ പലവിധമായ ഭയം കടന്നു വരുമ്പോൾ നമ്മൾ മുങ്ങിപ്പോവുക. നമ്മുടെ പ്രശ്നത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് ദൈവങ്ങളെ നമ്മൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള ഭയം, മറിഞ്ഞു കിടക്കുന്ന ഭയത്തെ നമ്മൾ മാറ്റി ദൈവസ്ഥലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ നമ്മൾ ഇടയാവുകയാണെങ്കിൽ വലിയ വിട് തന്നെ. ഒരുപക്ഷെ ഞങ്ങൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ആയിരിക്കുന്നുവെങ്കിലും ചെറിയ നിസ്സാരമായ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് പലപ്പോഴും വിടുതൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടാതെ പോകുന്നത്. അത് ഇന്ന് മാറി പൂർണ്ണ വിടുതലോടെ കർത്താവ് നമ്മളെ പറ്റി എന്ത് ആഗ്രഹിക്കുന്നു അതിപ്രകാരമായി തീരുവാൻ തൊക്കണം, നമ്മളായി തീരുവാൻ തൊക്കണം ഇടയാകണം. വീണ്ടും നമുക്ക് വായിക്കുകയാണെങ്കിൽ ലൂക്കോസ് 22-ന്റെ 56-57 നമുക്ക് വായിക്കാം. ലൂക്കോസ് 22-ന്റെ 56. ഈ ഒരു സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം പത്രോസ് ഒളിച്ചോടുന്ന ഒരു അനുഭവം അല്ലെ. ഒളിച്ചോടി പോയി മറിഞ്ഞു നിൽക്കുകയാണ്. കർത്താവ് എന്താ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി മറിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് അവിടെ നടക്കുന്ന ഒരു ഭാവമാണിത്. ആ ഒരു സ്ത്രീയുടെ മുന്നിൽ പത്രോസ് ഭയപ്പെടുക അല്ലെ. പറഞ്ഞ എന്തുവാ? അവന്റെ കൂടെ നടന്ന ശിഷ്യനല്ലയോ എന്ന് പറയുമ്പോൾ പത്രോസ് ഭയന്ന് വിറച്ചോണ്ട് പറഞ്ഞു, ഇല്ലില്ല ഞാൻ അവന്റെ കൂടെ നടന്നല്ല എന്ന് പറഞ്ഞ് അവിടെയും എന്താ നമ്മൾ നോക്കുമ്പോൾ പത്രോസിനെ ഭരിക്കുന്നത് എന്തുവാ? ദൈവ സ്നേഹമോ ദൈവത്തിന്റെ കരുതലോ ദൈവകൃപയോ അല്ല, ഒരു ഭയം പത്രോസിനെ ഭരിക്കാൻ തൊക്കണിടയായി. ആ ഭയത്തിന്റെ ബേസിൽ എന്ത് സംഭവിച്ചു? കൂടെ നടന്ന ഏറ്റവും സ്നേഹിച്ച് നടന്ന കർത്താവിനെ തള്ളി പറയാൻ തൊക്കണിടയായല്ലേ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ചില അവസ്ഥയിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ പത്രോസിനെ പോലെ പലപ്പോഴും നമ്മൾ ദൈവത്തെ തള്ളി പറയാ. ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഞാനും നിങ്ങൾ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പറയാ, ഓ എന്നെ രക്ഷിക്കത്തില്ല, എന്നെ വിടുവിക്കത്തില്ല, എനിക്ക് അതിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഭയം മൂലം പലപ്പോഴും ദൈവസന്നിധി മാറിപ്പോകുന്ന ഒരു അവസ്ഥ എന്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് ഈ ദിവസങ്ങളിൽ മാറി പൂർണ്ണതയോടെ ദൈവസന്നിധി നമ്മൾ ആകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആയാൽ മാത്രമേ ദൈവത്തിന് ഹിതമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പാത്രമായി തീരാൻ തൊക്കണം ഇടയാകത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് വായിച്ചു പോകുന്ന സമയം പോകുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഞാൻ വായിച്ചു പോകുന്നത്. മർക്കോസ് 8-ന്റെ നമുക്ക് ഒരു വാക്കൂടെ വായിക്കാം. മർക്കോസ് 8-ന്റെ 31, 32, 33. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു,
അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു, സാത്താനെ എന്നെ വിട്ടുപോ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ കരുതുന്നത് എന്ന് പറഞ്ഞു. ആമേൻ. ഈ ഒരു കണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? കർത്താവ് വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ് അവിടെ കാണുന്നത്. എന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ ഒരു മനുഷ്യപുത്രൻ, ഞാൻ ഇവിടെ വന്ന് എന്റെ ജീവിതത്തിൽ സംഭവിക്കും, ക്രൂശിക്കപ്പെടും, ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞ് കർത്താവ് തന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രോസിന് അവിടെ എന്താ നോക്കുന്നത്? മാനുഷ്യമായ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഭയം തന്നെയാണ് പത്രോസിന്റെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നത്. എന്തുവാ? മാനുഷ്യമായ ഒരു കരം തന്നെയാണ്, ഒരു ഭയം തന്നെയാണ് അവിടെ കാണാൻ പറ്റുന്നത്. എന്ത് ഭയം? കൂടെ നടന്ന സപ്പോർട്ടീവായിട്ട് നിന്ന, നമുക്കറിയാലോ ശിഷ്യന്മാരെ നോക്കുവാണെങ്കിൽ കർത്താവിന്റെ ബലത്തിൽ നടന്ന 12 ശിഷ്യന്മാരായിരുന്നല്ലേ. കർത്താവ് എവിടെ പോകുന്നോ അവിടെ പോകും, കർത്താവ് എവിടെ ശുശ്രൂഷ ചെയ്യുന്നോ അവിടെ ഉണ്ട്, എവിടെ വിടുതലുണ്ടോ അവിടെ ശിഷ്യന്മാരുണ്ട്. ഈ ഒരു കാലഘട്ടം നമ്മൾ നോക്കുവാണെങ്കിൽ ശിഷ്യന്മാരൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. ഒന്ന് മാത്രം തന്റെ ഒരു ലീഡറായിട്ട്, തങ്ങളുടെ ലീഡറായിട്ട് കർത്താവിനെ കണ്ട് അവരെ പിൻപറ്റി പോകുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു സന്ദർഭം നമ്മൾ നോക്കുമ്പോഴും പത്രോസിന്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. കർത്താവ് തന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന വിടുതൽ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ പത്രോസിന് ഭയം, അയ്യോ ഞങ്ങളുടെ ആശ്രയം നഷ്ടപ്പെട്ടു പോകുമോ, ഞങ്ങൾ എന്തായി തീരുമെന്ന് പത്രോസ് ഭയപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് മൂന്നും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് പറഞ്ഞത് എന്തുവാ? 4-ാം യാമത്തില് അല്ലെ, ആ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിൽ പത്രോസ് ഭയപ്പെട്ടു. അവിടെ നമ്മൾ നോക്കുമ്പോ ദൈവത്തിന്റെ കരുതലോ വിടുതലോ ദൈവത്തിന് സ്ഥാപിച്ചത് ഒന്നുമല്ല പത്രോസ് കണ്ടത്. മുങ്ങിപ്പോകാൻ പോകുന്ന ഒരു ഭയം അല്ലെ, ആ ഭയമാണ് പത്രോസിനെ അവിടെ ഭരിച്ചത്. നമ്മൾ വായിച്ചപ്പോഴല്ല, അവിടെ സ്ത്രീയുടെ മുന്നിൽ ഭയപ്പെട്ട് കർത്താവിനെ തള്ളി പറയുന്ന ഭയപ്പെടുന്ന ഒരു പത്രോസിന് അല്ലെ. അവിടെ നമ്മൾ നോക്കുമ്പോ ഒരു കർത്താവിന്റെ പ്രിയ ശിഷ്യനോ ഒന്നുമല്ല അവിടെ കാണുന്നത്. കർത്താവിന്റെ സ്നേഹമുള്ള പറ്റിച്ചേരുന്ന ഒരു മകനെ അല്ല നമ്മളവിടെ കാണുന്നത്. ഭയം കൊണ്ട് കർത്താവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തി ജീവിതത്തെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ വായിച്ചപ്പോഴും എന്താ, തന്റെ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടാൻ പോകുന്നല്ലോ എന്നൊരു ഭയം ഭരിക്കുന്ന പത്രോസിനെ തന്നെയാണ് നമ്മളവിടെ കാണുന്നത് അല്ലെ. ഇത് നമ്മൾ നോക്കുമ്പോ, ഈ ഒരു സന്ദർഭം നമ്മൾ നോക്കുമ്പോ 3 വർഷക്കാലം തന്നെ ശിഷ്യന്മാര് പത്രോസും കർത്താവിന്റെ കൂടെ നടന്ന വ്യക്തിയാ. എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എല്ലാം കർത്താവിനുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ, കർത്താവിനുള്ള ഒരു മതിപ്പിനേക്കാൾ കൂടുതൽ, ഒരു ദൈവ സ്നേഹത്തെക്കാൾ കൂടുതൽ എന്തുവാ പത്രോസിനെ ഭരിച്ചത്? വ്യക്തമായി നോക്കുകയാണെങ്കിൽ ഭയം തന്നെയാണ് ഭരിച്ചത് അല്ലെ. അതുകൊണ്ടാണ് പലവിധമായ സാഹചര്യങ്ങൾ കർത്താവ് കൂടെ ഉള്ളപ്പോൾ പോലും ഭയപ്പെട്ടു പോകുന്നൊരവസ്ഥയല്ലേ, തള്ളിക്കളഞ്ഞൊരവസ്ഥയല്ലേ ദൈവമക്കളെ. ആ ഒരു അവസ്ഥയിൽ നമ്മൾ പൂർണ്ണമായിട്ട് മാറി നമ്മൾ ഇപ്പോഴത്തെ ഒരു നാണയത്തിന്റെ ഒരു മറു സൈഡ് പോലെ നമ്മൾ പത്രോസിനെ നോക്കുകയാണെങ്കിൽ വളരെ അത്ഭുതമായിട്ട് അല്ലെ ഒരു മിറാക്കിൾ പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. എങ്ങനെ സംഭവിച്ചു? നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. കർത്താവ് ക്രൂശിക്കപ്പെടല്ലേ, ക്രൂശിക്കപ്പെട്ടതിന് ശേഷവും ഭയപ്പെട്ടിരുന്ന ഒരു പത്രോസ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിന്നൊരു പത്രോസ് അല്ലേ. നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുകയാണെങ്കിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ട ശേഷവും വീണ്ടും വലയെടുത്ത് മീൻ പിടിക്കാൻ പോകുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണുന്നത്. കാരണം എന്താ? കർത്താവ് പഠിപ്പിച്ചതോ അല്ലെങ്കിൽ ഒരു ദൈവ വേലയ്ക്കുള്ള ഒരു വിളിയോ കോളിങ്ങോ ഒന്നുമില്ലാതെ ഭയപ്പെട്ട് തന്നെ ഉപജീവന മാർഗത്തിന് വേണ്ടി മാർദ്ദലിക്കുന്ന ഒരു പത്രോസിനെ നമ്മൾ കാണുന്നല്ലേ. പക്ഷെ പത്രോസിന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായി. എവിടെ ഉണ്ടായി? നമുക്കറിയാം. ഒന്ന് വായിക്കാം, ലൂക്കോസ് 24:45. തിരുവനന്തപുരം തിരിച്ചറിയേണ്ടതിന് 24:45 തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങിയ സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. ഒരൊറ്റ തിരുവഴുത്തുകളെ പറ്റിയുള്ള ഒരു ബുദ്ധി തുറന്നു കൊടുക്കുന്ന ഒരു അനുഭവം അല്ലെ. കർത്താവ് എന്താ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, തിരിച്ച് തന്റെ ശിഷ്യന്മാരുടെ മുന്നിൽ വന്ന് അവരോട് സംസാരിച്ചതിന് ശേഷം ഒരൊറ്റ കാര്യമേ ചെയ്തുള്ളൂ. അവർക്ക് തിരുവഴുത്തിനെ പറ്റിയുള്ള ഒരു ബോധം അല്ലെ, ആ ഒരു ബുദ്ധി തുറന്നു കൊടുത്തു. അതിനുശേഷം ശിഷ്യന്മാരുടെ ലൈഫ് തന്നെ മാറി മറിഞ്ഞു. അവരെ ഭയം അതുവരെ ഭരിച്ചിരുന്നുവെങ്കിൽ കർത്താവിന്റെ ക്രൂശീകരണം, കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ഭയം എന്ന ബാധ അവരെ വിട്ടുമാറി അല്ലെ. ആ വിട്ടുമാറിയ ശേഷം പത്രോസിന്റെ ലൈഫിൽ ഒരു ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അന്ന് വരെ കണ്ടിട്ടില്ലാതെ, അന്ന് വരെ നമ്മൾ കാണാത്തതും നമ്മൾ പഠിക്കാത്തതുമായ പത്രോസിനെയാണ് കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം സംഭവിച്ചത് അല്ലെ. എന്തുകൊണ്ട്? ബുദ്ധി തുറന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഭയം വിട്ടൊഴിഞ്ഞ് പോകാൻ ഇടയായില്ലേ. ഈ ദിവസങ്ങളിൽ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളെ ഭരിക്കുന്ന ഏതെങ്കിലും ഭയമുണ്ടെങ്കിൽ അത് നമ്മളെ വിട്ടുമാറി പോകണം. ഒരു പക്ഷെ ജോലി മേഖലയിലുള്ള ഭയമായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ മേഖലയിലുള്ള ഭയമായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലുള്ള
ജീവിതത്തിൽ ഒരു ഭയമായിരിക്കാം. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഭയം നമ്മളെ തന്നെ ചിന്തിക്കേണ്ട ഈ സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ്. ആ സമയം നമ്മൾ നോക്കുമ്പോൾ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഭയം ഭരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം കർത്താവ് കർത്താവെ ഒരിക്കലും ഭയം ഞങ്ങളെ ഭരിക്കാൻ ഇടയായിരുന്നു, ഭയത്തെ ഞങ്ങൾ ഭരിക്കുന്നവരായി തീരണമേ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതൽ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. അതിന് ആധാരമായി നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 5:15 വായിക്കാം. രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീതികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. ഈ ഒരൊറ്റ വാക്യം വായിക്കുമ്പോൾ തന്നെ പത്രോസിന്റെ ജീവിതത്തിൽ നടന്ന ചേഞ്ചസ് നമുക്ക് മനസ്സിലാവും അല്ലെ. ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് ഭയപ്പെട്ട് ഓടിപ്പോയി കർത്താവിനെ തള്ളി പറഞ്ഞ പത്രോസിനെയാണോ നമ്മൾ ഇങ്ങോട്ട് വായിക്കുമ്പോൾ കാണുന്നത്? 5:15 വരുമ്പോ എന്താ? അദ്ദേഹത്തിന്റെ ഒരു നിഴലെങ്കിലും അടിക്കുവാൻ അല്ലെ എന്ന് വെച്ചാൽ എന്താ? ഭയം മാറി കർത്താവിനോട് നിൽക്കുവാൻ തയ്യാറായി, കൃപ പ്രാപിച്ചവനായി. ആ നിഴലിൽ പോലും പരിശുദ്ധാത്മാവിന്റെ പ്രസൻസും സാന്നിധ്യവും കടന്നു വന്നപ്പോൾ ജീവിതത്തിൽ സംഭവിച്ച വ്യത്യാസമാണ് വ്യക്തമായി പറഞ്ഞത്. പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. നമ്മളൊരു വ്യക്തി ജീവിതത്തിൽ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ പ്രാപിക്കുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുക അല്ലെങ്കിൽ ഏതൊരു കാര്യം നമ്മൾ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ഭയമാണ്. നമ്മൾ പെട്ടെന്ന് മാനുഷ്യമായി ചിന്തിക്കുന്ന കാര്യമല്ല ആ വ്യക്തി ജീവിതത്തിൽ ഞാൻ പിടിപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അല്ലെ ഞാൻ പ്രാർത്ഥിച്ചാൽ അവരിലുള്ള ബാധ എന്നെ ഏൽക്കുമോ, അവരിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് തിരിച്ചു വരുമോ എന്നുള്ള ഭയം ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് അത് മാറുവാൻ തക്കോടക്കിടയാണോ? അത് മാറുവാണെങ്കിൽ തീർച്ചയായും ദൈവങ്ങളെ വലിയ ഇവിടെ തന്നെ കർത്താവ് എന്നിലൂടെ നിങ്ങളുടെ ചെയ്തെടുക്കും. പക്ഷെ ഒന്നുണ്ട്, ബുദ്ധി തുറക്കണം. നമ്മുടെ ബുദ്ധി തുറന്ന് തിരുവഴുത്തുള്ള ബുദ്ധി തുറന്ന് കർത്താവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കണം, സ്നേഹിക്കണം. കൂടെ നടന്നെന്നോ പ്രാർത്ഥിച്ചുകൊണ്ടെന്നോ ഉറച്ചുകൊണ്ടോ മാത്രം കാര്യമായില്ല. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ മുൻ സ്ഥാനം കൊടുക്കാൻ തൊക്കോളം ഇടയാവുകയാണെങ്കിൽ വലിയ ഇവിടെ തന്നെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കും. പത്രോസിന്റെ ജീവിതം ചെയ്തെടുത്തു എങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കും അല്ലെ. അതേ ക്രിസ്തുവിനെ തന്നെയാ, അതേ ദൈവത്തെ തന്നെയാ ഈ 2000 വർഷങ്ങൾക്ക് ശേഷം ഞാനും നിങ്ങൾ ആരാധിക്കുന്നത് അല്ലെ. അതിനൊരു വ്യത്യാസവുമില്ല. അന്ന് ചെയ്ത അത്ഭുത പ്രവർത്തികൾ ഇന്നും ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം അല്ലെ. ജീവനുള്ള ദൈവം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ദൈവം, നമ്മുടെ കണ്ണിൽ കാണുന്ന ദൈവം, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തെ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. അതിനൊരു ചേഞ്ചസുമില്ല. പക്ഷെ ഒന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നടക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നത്തിനും പ്രയാസത്തിനും നടുവിൽ നിന്നും നമ്മൾ ഭയപ്പെടുന്ന ഒരളവൊക്കെ നമ്മൾ കടന്നു പോകുന്നെങ്കിൽ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം കർത്താവ് പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ അടുക്കൽ വന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് മറുപടിയായി കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് അടുത്ത് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അയ്യോ ഭൂതം എന്ന് പറഞ്ഞ് ആ പത്രോസ് ചെയ്തതുപോലെ പലതും മനസ്സിലാക്കാതെ റിജക്ട് ചെയ്ത് കർത്താവിനെ പോലും തള്ളി മാറ്റി വെച്ചേക്കുക അല്ലെ. ആ ഒരു ഭയത്തെ നമ്മൾ എടുത്തിട്ട് കർത്താവ് എന്റെ ജീവിതത്തിൽ ഇല്ല, കർത്താവ് എനിക്ക് വേണ്ടി ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് പലരും മറുതിരിച്ചു പോകുന്ന ഒരു അവസ്ഥ എന്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് ഈ രാത്രിക്കാലം അതിനൊരു ചേഞ്ചസ് വരണം. അതിനാസ്പദമായി നമുക്ക് ഒരു വാക്കിട്ട് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 12:6. ഹെരോദാവ് അവന്റെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം ഇവിടെ നമ്മൾ കാണുന്നത് എന്തുവാ? പത്രോസിനെ നെക്സ്റ്റ് ഡേയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. കാരണം നെക്സ്റ്റ് ഡേയിൽ പത്രോസ് ഉണ്ടോ ഇല്ലയോ, ഈ ഭൂമത്തുണ്ടോ ഇല്ലയോ എന്ന് പോലും പത്രോസിന് പോലും ഉറപ്പില്ലാതെ ഒരു കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ വ്യക്തമായി പറയുന്നത്. തലേ രാത്രി പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി, ഒന്നല്ല 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി ആ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. നമ്മളായിരുന്നല്ലോ, ക്വസ്റ്റ്യൻ, നമ്മളായിരുന്നല്ലോ ഉറങ്ങും? നമ്മൾ ഉറങ്ങത്തില്ല അല്ലെ, നമ്മൾ ഉറങ്ങത്തില്ല. നമ്മുടെ ജോലിയിൽ ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ സീനിയർ നമ്മളെ നാളെ വാ കാണിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് രാത്രി ഉറങ്ങുമോ? ഉറങ്ങത്തില്ല. ഇല്ല നാളെ 100 കേടി വേണം, നമുക്ക് ചെറിയൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം, നമ്മൾ ഉറങ്ങുമോ? നമ്മൾ ഉറങ്ങത്തില്ല. പക്ഷെ പത്രോസിന്റെ ലൈഫിൽ എന്താ സംഭവിച്ചത്? നെക്സ്റ്റ് ഡേ താനുണ്ടോ ഇല്ലെന്ന് പോലും പത്രോസിലറിഞ്ഞു. പക്ഷെ പത്രോസ് കാണുന്നത് ഭയം വിട്ടുമാറി.
എന്തുകൊണ്ടാ? കർത്താവിനെ വിശ്വസിച്ച് സ്നേഹിച്ച് ബുദ്ധി തുറന്നു അല്ലെ? അതിന്റെ തിരുവഴുത്തുകളെ പറ്റിയുള്ള ബുദ്ധി തുറന്നപ്പം ഇത്രയും നാള് എന്റെ കൂടെ നടന്നത് കർത്താവാണ്, ദൈവത്തിന്റെ മകനാണ്. കാരണം നമുക്ക് ആ ഒരു ബാക്കിലേക്ക് നോക്കുമ്പോൾ വ്യക്തമായിട്ട് അറിയാം കർത്താവ് ക്രൂശിക്കപ്പെട്ടു, എല്ലാം ഉയർത്തെഴുന്നേറ്റ് എല്ലാം കണ്ടതാ, എല്ലാ സാക്ഷികളെ കണ്ടവനാ പത്രോസ്. പക്ഷേ ഭയം ഹൃദയത്തിനകത്ത് ഭരിച്ചുകൊണ്ടിരുന്നു. പല രീതികളും നമ്മൾ നോക്കുവാണെങ്കിൽ, പത്രോസിനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഭയം മാത്രമായിരുന്നു. എനിക്ക് വ്യക്തമായി പറയാൻ പറ്റും, പരിശുദ്ധ ശക്തമായി പറയുന്നത് ഹൃദയത്തിനകത്തെ ഭയത്തെ നമ്മൾ മാറ്റുവാൻ തൊക്കണം ഇടയാണ്. നമ്മൾ പുറമെ നോക്കുമ്പോൾ ഓക്കെയാ, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാൻ പറ്റാതെ അല്ലെ പലപ്പോഴും നമുക്കുണ്ട്. നമ്മൾ ഈ പ്രാർത്ഥന കൂട്ടത്തിൽ വരുമ്പോൾ, നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, വിടുതൽ പ്രാപിക്കുന്നുണ്ട്, പല വ്യക്തി ജീവിതങ്ങൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. ആരാധനയ്ക്ക് വരുമ്പോൾ ഭയങ്കര ശക്തിയാ, ഭയങ്കര പവറാ, ഭയങ്കര വിശ്വാസമാ, ഭയമൊക്കെ മാറുന്നു പറയും. പക്ഷെ ആ ഡോറ് തുറന്ന് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അവർ പറഞ്ഞെന്താ? ഭയത്തിന്റെ വാക്കുകളാ. അയ്യോ നാളെ എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല, അയ്യോ എനിക്ക് നാളെ ജോലി കിട്ടുമെന്ന് അറിയത്തില്ല, നാളെ എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്തായി? വീണ്ടും ഭയം അല്ലെ? ഈ ദിവസം അത് മാറണം. നമ്മുടെ ജീവിതത്തിൽ ഭയം എന്ന് മാറണം. ആ പത്രോസിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നതുപോലെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം വരികയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല നമ്മളെ കൊണ്ട് കർത്താവ് ചെയ്യും അല്ലെ? അതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഭയത്തിന് അടിമയായി കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന കോളിംഗ് എന്താന്ന് മനസ്സിലാക്കാതെ പലപ്പോഴും ഇരുന്നു പോകുന്നൊരവസ്ഥ അല്ലെ? പലപ്പോഴും ഒന്നും ചെയ്യാതെ മറുതലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ദൈവമക്കളെ ഇന്ന് ഈ നിമിഷം ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നന്നായിട്ട് അറിയുന്ന ദൈവമാണ്. ദൈവത്തോടുള്ള കർത്താവെ അങ്ങയുടെ ഹിതപ്രകാരം എനിക്ക് ജീവിക്കണം, ഭയം കൂടാതെ ദൈവ സ്നേഹത്തിലും സാന്നിധ്യത്തിലും ഞാൻ ആയിരിക്കും തൊക്കണം, എന്നെ അങ്ങ് ഏൽപ്പിച്ചു തരിക, അങ്ങയുടെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് ആര് പറയുവാൻ തയ്യാറാകുന്നോ അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലിനെ അനുഗ്രഹത്തെ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. ഏതൊക്കെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വന്നാലും കുലുങ്ങി പോകില്ല. അവിടെ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങും, നമ്മളെ വിടുവിക്കും അല്ലെ? പത്രോസ് മരിച്ചോ? ഇല്ല. നല്ല സൂപ്പറായിട്ട് പത്രോസ് വെളിയിൽ വന്നു അല്ലെ? കാരണം എന്താ? ഭയപ്പെട്ടില്ല, ദൈവത്തിൽ ആശ്രയം വെച്ചു. എന്നെ വിടുവിക്കാൻ ശക്തനായ ദൈവത്തെ തന്നെ ഞാൻ വിളിക്കുന്നതെന്നുള്ളൊരു വിശ്വാസം പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായത് കൊണ്ട് ആ ഒരു ബുദ്ധിയെ തുറന്ന് ആ ലെവലിൽ പത്രോസ് വന്നുകൊണ്ട് പത്രോസിന്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസത്തെ ചെയ്തു. ദൈവമക്കളെ നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഒരു കാലത്ത് നമ്മൾ ഭയത്തിന്റെ അടിമകളായിരുന്നു. ഭയത്തിന് നമ്മൾ ഭയം കൊണ്ട് പലതും ചെയ്യാതെ മറന്നടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ഏൽപ്പിച്ചു കൊടുത്ത് പറഞ്ഞു, കർത്താവെ ഒരു വലിയ വീട് തന്നെ എനിക്ക് ചെയ്യണം. പത്രോസിനെ മാറ്റിയെങ്കിൽ കർത്താവെ എന്റെ ജീവിതത്തിൽ മാറ്റം എന്റെ പിതാവ് തരണം എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിക്കാൻ തയ്യാറാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും പറ്റുന്ന കാര്യം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. നമ്മൾ വചനം കേൾക്കും, പാട്ട് പാടും, ഉപവസിക്കും, എല്ലാം ചെയ്യുമല്ലോ. ദൈവസന്നിധി നമ്മൾ സൈലന്റ് ആയിട്ട് നിന്ന് നമ്മൾ വെള്ളോട്ട് പോകുമ്പോൾ നമ്മൾ ഇരിക്കുന്നത് കൂടെ എടുത്തോണ്ട് പോകുന്നതിനാണ് അനുഭവമാണ്. പക്ഷെ നമ്മൾ ആദ്യം വിശ്വസിക്കുന്ന ആരെയാ? നമ്മുടെ യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം. വാക്ക് പറഞ്ഞാൽ വിശ്വസ്തന, ഒരിക്കലും നമ്മളെ വഴിയിൽ കളയത്തില്ല എന്ന് നമ്മൾ ആദ്യം വിശ്വസിച്ചു കഴിഞ്ഞാൽ വലിയ വിടുതൽ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഭയം ഇന്ന് ഈ നിമിഷം മാറ്റാൻ തൊട്ടുള്ള ഇടയാണ്. നമ്മുടെ ആദ്യത്തെ വാക്യം വായിച്ചതുപോലെ തന്നെ സദൃശ്യവാക്യം 29-25 വായിച്ചതുപോലെ മനുഷ്യ ഭയം ഒരു കെണിയാകുന്നു. ആ കെണി നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ നേരെ തിരിച്ച ഭയം കൊണ്ട് നടക്കും. ദൈവത്തിലുള്ള ആശ്രയം നമ്മൾ വിട്ടുകളയുന്ന അനുഭവം എന്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവമക്കളെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവസന്നിധിയിൽ പറയുക, പത്രോസിന്റെ ജീവിതം മാറ്റിയെങ്കിൽ എന്റെ ജീവിതം കർത്താവെ മാറ്റണം. ധൈര്യമായി ദൈവവേലയ്ക്ക് വേണ്ടി ദൈവ രാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ, ഭയം കൂടാതെ നിൽക്കുവാൻ, ജീവിക്കുവാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ദൈവിക വേല ചെയ്യുവാനും ശുശ്രൂഷിപ്പാൻ എന്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യം തരണമേ എന്ന് പറയുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാർത്ഥിച്ചത് തന്നെ ചെയ്യും. പക്ഷെ പലപ്പോഴും നമ്മൾ കൊടുക്കുന്നില്ല അല്ലെ? കർത്താവ് തരുവാൻ റെഡിയാ, നമ്മുടെ ഭയത്തെ മാറ്റാൻ കർത്താവ് റെഡിയാ. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാതെ നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് ഏൽപ്പിക്കണം. താഴ്മയോടെ ദൈവസന്നിധി വേണം. പരിശുദ്ധമായ പ്രസക്തി സാന്നിധ്യത്തിൽ നമ്മൾ ആയിരിക്കാൻ ജീവിക്കാൻ നമ്മൾ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ കർത്താവ് വലിയ തന്നെ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക തന്നെ ചെയ്യും. ഈ വചനം എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ടെന്ന് പറയാൻ ഒരിക്കൽ കൂടി ഞാൻ എല്ലാ സമയത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട്